ഗസ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാനിഷാദ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, എപ്പോഴായിരിക്കും കെപിസിസി ഐക്യദാർഢ്യ സംഘടിപ്പിക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-നാണ് കെപിസിസിയുടെ നേതൃത്വത്തിൽ പലസ്തീനിലെ ഗാസയിൽ വംശഹത്യക്കിരയാകുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിലയിൽ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുക. പരിപാടിക്ക് മാനിഷാദ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 140 നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മാനിഷാദ എന്ന പേരിൽ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുണ്ട്. ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകുന്നേരം 5 മണിക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ സദസ്സുകളിൽ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അത് പലയിടങ്ങളിലും പലരെ അവിടെ അവൈലബിലിറ്റി ഉള്ള പ്രധാനപ്പെട്ട സാംസ്കാരിക നായകരെ, കോൺഗ്രസ് നേതാക്കൾക്ക് അപ്പുറത്തേക്കുള്ളവരെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും മറ്റും കെപിസിസിയിൽ രാവിലെ 10 മണിക്ക് നടത്തിയ ശേഷമാകും ഈ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലുള്ള ഗാന്ധി അനുസ്മരണം നടത്തിയ ശേഷമാകും മറ്റ് പരിപാടികളും ഗാസ ഐക്യദാർഢ്യ സംഗമവും സംഘടിപ്പിക്കുക. പ്രവിത, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.